കാട്ടാനാക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ചായ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസ് നാട്ടുകാർ അടിച്ചു തകർത്തു. ജീവനക്കാർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. അരമണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇവർ പോലീസ് എത്തിയതോടെയാണ് ശാന്തരായത്. ചായ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസ് നാട്ടുകാർ അടിച്ചു തകർത്തു. ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചവരെ ഉദ്യോഗസ്ഥർ തടഞ്ഞു. ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി അകത്തു കടന്ന ഇവർ മേശകളും കസേരകളും അടിച്ചുപിടിച്ചു. ഫയലുകളെല്ലാം വലിച്ചെറിഞ്ഞു. ടിവിയും കമ്പ്യൂട്ടറുകളും അടക്കമുള്ളവ അടിച്ചു തകർത്തു. ജനൽ ചില്ലുകളെല്ലാം തകർത്തിട്ടുണ്ട്. ജീവനക്കാർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. അരമണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇവർ പോലീസ് എത്തിയതോടെയാണ് ശാന്തരായത്. പ്രദേശത്ത് കുറെ നാളുകളായി കാട്ടാന ആക്രമണം രൂക്ഷമാണ്. കൃഷി നശിപ്പിക്കുന്നത് പതിവായി മാറി. ഇതിനു പുറമെയാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. പലരും തലനാരിഴയ്ക്കാണ് ആനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് സംരക്ഷണം ഒരുക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി തിങ്കളാഴ്ച രാവിലെ പ്രദേശവാസിയായ വയോധികൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി. ഉച്ചയായിട്ടും സമരക്കാർ പിരിഞ്ഞു പോകാതിരുന്ന സാഹചര്യത്തിൽ RDO ഷിബു സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. കുടുംബത്തിന് നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ കൈമാറി. ആശ്രിതർക്ക് താൽക്കാലിക ജോലി നൽകാമെന്ന ഉറപ്പും ബന്ധപ്പെട്ടവർ നൽകിയതിനെ തുടർന്നാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി.